അപ്പോൾ നമുക്ക് ഉച്ചയോട്ടുള്ള വിശേഷങ്ങൾ നോക്കിയാലോ. അപ്പോൾ കാലിദിനെ അണ്ണൻ കളിപ്പിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ചിരിയാണ്, ഇങ്ങനെ ഭയങ്കര സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കാലിദിനെ അങ്ങനെ കളിപ്പിച്ചും ചിരിപ്പിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് എന്നെ നോക്കുന്നൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾക്ക് ഈ വീട്ടിൽ ചൂലും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കൊണ്ടുവരുന്ന അണ്ണനുണ്ടായിരുന്നു. അണ്ണൻ്റെ കയ്യിൽ നമ്മൾ ചൂലുകൾ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മിറ്റം തൂക്കുന്നു പരയ്ക്കാൻ തൂക്കുന്നു. പിന്നെ അത്ത വന്നിട്ടുണ്ടായിരുന്നു, അത്താക്കി ഫുഡൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമുക്ക് ഇതൊക്കെയായിരുന്നു കറികളൊക്കെ, അയലക്കറിയും അയല വറുത്തതും മീൻ തോരനും തോരനും അതുപോലെ അച്ചാറൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ കാലിലും ഇഷായി ഉറങ്ങാൻ കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും കിടന്ന് ഉറങ്ങി. അത് നമുക്ക് വൈകിട്ട് ഹോസ്പിറ്റൽ വരെ പോകണമായിരുന്നു പന്തളത്ത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയാണെങ്കിൽ നമ്മൾ എന്നും എപ്പോഴും കുടിക്കുന്ന നാരങ്ങ വെള്ള കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിൻചായ്ക്ക് ഒരു നാരങ്ങ വെള്ളം വാങ്ങിക്കണമായിരുന്നു, നല്ല തലയിറക്കമായിരുന്നു. അങ്ങനെ അത് കുടിച്ച് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. അങ്ങനെ ഡോക്ടറിനെ കാണാൻ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറിനെ കാണാൻ നമ്മുടെ ഇഷായിക്കാണെങ്കിൽ ഒരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ നെബിലൈസേഷൻ കൊടുക്കണമായിരുന്നു. അപ്പോൾ കാലിദിനെ ജസ്റ്റ് ഒന്ന് കാണിക്കണമായിരുന്നു, മൂക്കൊലിപ്പുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴി ചായയും അതുപോലെ തന്നെ ബജ്ജികളും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ കടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്മക്കും ബിൻചായ്ക്കും കൊണ്ട് കൊടുക്കുകയാണ് ഞാൻ. അങ്ങനെ നമ്മൾ ചായയും കടിയൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത്തായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷബീബിക്ക് നല്ല വിശക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അമ്മ ആണെങ്കിൽ കുറുക്ക് കാച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ കണ്ണങ്കായ ഏത്തയ്ക്കാപ്പൊടി ഇട്ടിട്ട്. അങ്ങനെ അപ്പോഴത്തേന് സജ്ജാദ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സജ്ജാദ് എന്നെ കണ്ടുകൊണ്ട് മുടി ചീവിന്നങ്ങ് നിർത്തിയതാണ്. പിന്നെ നമ്മുടെ ഇഷ ബേബിക്ക് കുറുക്കൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ സജ്ജാദ് ആണെങ്കിൽ കാലിദ് ബേബി ആണെങ്കിൽ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ കളിപ്പിക്കുന്നതും കൊണ്ടു നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനവിടെ ഇങ്ങനെ വാശി പിടിക്കുക കൊണ്ട് നടക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ പിന്നെ അവനെയും കൊണ്ട് കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് രാത്രി ഒരു 8 മണിയായിട്ട് പിന്നെ പോയി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. ഒരു 8-8:30 ആയപ്പോഴത്തേന് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ അതുപോലെ മീൻകറി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു, അയലക്കറി ആയിരുന്നു, ചപ്പാത്തിയും. അങ്ങനെ അതൊക്കെ നമ്മളെല്ലാം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷബീബി ആ സമയത്ത് ഉറങ്ങുമായിരുന്നു. പിന്നെ കുഞ്ഞിനെ അപ്പോഴത്തേന് ഞാൻ എടുത്ത് പിന്നെ കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണർന്നപ്പോഴത്തേന്. അപ്പോൾ അവൾ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ബാദിഷ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിപ്പിക്കുകയാണ് ഗെയ്സ്. അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.